അങ്ങനെ പ്രസ് മീറ്റ് വന്നു. നമുക്ക് ഇന്നത്തെ നുണകൾ പോയിന്റ് ബൈ പോയിന്റ് അങ്ങ് പൊളിച്ചാലോ. ഹുസൈൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനേ അല്ല എന്നാണ് ഇന്നലെ ജനീഷ് മിനിസ്റ്റർ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ തമ്മിലൊരു തീരുമാനത്തിലെത്തിയേക്ക് ആ കാര്യത്തില്. ഇത് രണ്ട്, അത് പരിചയമുണ്ട്. പരിചയപ്പെട്ടത് നവകേരള യാത്രയില് പോലീസിന്റെ മർദ്ദനമേറ്റ് അതിഗുരുതരമായ പരിക്കേറ്റ ആളെ കാണണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ എന്തോ ഒരു പരിപാടിക്ക് പോയപ്പോ ഞാൻ അവിടെ എത്തിയ സമയത്ത് അവിടുത്തെ പാർട്ടിക്കാർ പറഞ്ഞു അയാളൊന്ന് പോയി കണ്ടേക്കൂന്ന്. അങ്ങനെ ഞാൻ പോയി കണ്ടു. എത്ര നിഷ്കളങ്കം. എന്നാ നവകേരള യാത്ര നടന്നത് 2023 2021 തൊട്ടേ സാറിന്റെ കൂടെയുള്ള പല ഫോട്ടോസ് ഉണ്ട് സാർ. അതും മറ്റു പല പ്രവർത്തകർക്കും ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ക്ലോസ് ആയിട്ടുള്ള ഫോട്ടോസ് 2021 മുതൽ. ഓക്കെ, മാത്രമല്ല നവകേരള മിഷന്റെ സമയത്ത് പുള്ളിന്റെ ഫേസ്ബുക്ക് പേജുകളിലൊക്കെ അതില് കരിങ്കൊടി കാണിച്ചത്, അതായത് ബസ്സിന്റെ ഫ്രണ്ടിൽ കരിങ്കൊടി കാണിച്ചതും അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന്റെ ഒക്കെ വീഡിയോസ് ഉണ്ട്. പരിക്കേറ്റന്റെ വീഡിയോ ഇല്ല സാറേ. അല്ല, ഇത്രയും പങ്കുവച്ച ആള് പരിക്കേറ്റ, അതായത് ഇത്രയും ഗുരുതരമായി പിണറായി പോലീസ് ഭീകരമായി അറ്റാക്ക് ചെയ്തു എന്ന് പറയുന്ന ഒരു പോയിന്റ് പോസ്റ്റ് ചെയ്യാണ്ടിരിക്കോ? അതിന്റെ അർത്ഥം എന്താ? പരിക്കേറ്റിട്ടില്ല. 3, എനിക്ക് സോഷ്യൽ മീഡിയ ടീമേ ഇല്ല. അത് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കണല്ലേ? ഈ കമന്റ് അപ്പൊ സാറ് സ്വന്തം ഇട്ടായിരിക്കും അല്ലേ? ഞാൻ വിചാരിച്ച സോഷ്യൽ മീഡിയ ടീം ഇട്ടായിരിക്കും. അത് പറയാൻ കാരണം എന്താ? പുള്ളിന്റെ പ്രൊഫൈലിലുണ്ട് അഡ്മിൻ ഓഫ് ലീഡർ VD സതീശൻ എന്ന് പറഞ്ഞ പേജ്. അതും സിൻസ് May 22, 2021. ഇത്രയും മാർക്കറ്റിംഗിൽ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് സോഷ്യൽ മീഡിയ ടീമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല എന്തായാലും. 3, വെറുതെ ഒരു കണ്ടുപരിചയം. ആ ഒരു രീതിക്കാണല്ലോ ഇത് അവതരിപ്പിച്ചത്. പക്ഷെ ആളുടെ പ്രൊഫൈല് നിറച്ചും സാറിന്റെ കൂടെയുള്ള ഫോട്ടോസാണ്. ഫോട്ടോസ് ഒന്നും അല്ല കേട്ടോ. അപ്പം അതിൽ കൂടുതൽ ഒരാൾ നമ്മുടെ കൂടെ വന്ന് ഫോട്ടോസ് എടുക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മൾ നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളായിട്ട് വളരെ ഈസി ആക്സസ് ഉള്ള ഒരാളായിരിക്കും. ഏതോ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് മുഖ്യമന്ത്രിയായിട്ട് അല്ലെങ്കിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ട് അത്രയും ഈസി ആക്സസ് ഉണ്ടാവുമോ? മുഖ്യമന്ത്രി ആളുടെ വീട്ടിൽ പോയി സന്ദർശിച്ചതിന്റെ വീഡിയോസ് ഉണ്ട്. മുഖ്യമന്ത്രിയുടെ ദേശം വീട്ടിൽ മൂപ്പര് വന്നതിന്റെ ഫോട്ടോസ് ഉണ്ട്. സോ ഇറ്റ്സ് എ വെരി സോളിഡ് റിലേഷൻഷിപ്പ്. എങ്ങനെയാണ് അങ്ങനെ ഒരാൾക്ക് മുഖ്യമന്ത്രിയുടെ പ്രതിപക്ഷ നേതാവിന്റെ ഒക്കെ അടുത്ത് ഇത്രയും ആക്സസ് കിട്ടിയത്? ചില കോൺഗ്രസ്സുകാരൊക്കെ പറയുന്നത് പരിചയം ഉണ്ടോന്ന് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. ബാക്കിയൊക്കെ പിന്നെ അറിയാണ്ട് പറ്റിയായിരിക്കും. നമ്മുടെ കൂടെ നടക്കുന്നവരൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടല്ലേ? ഇങ്ങനെയാണ് നിങ്ങളെ പറ്റിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, KSU പ്രസിഡന്റിന് ഇല്ലാത്ത, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ മെയിൻ നേതാക്കന്മാർക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഈ ഒരു പ്രവർത്തകനുള്ളത്? കാരണം ഇയാൾ എപ്പോഴും മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ട്. മുഖ്യമന്ത്രി ആയപ്പോഴും ഉണ്ട്, പ്രതിപക്ഷ നേതാവ് ആയപ്പോഴും ഉണ്ട്. എങ്ങനെയാണ് അയാൾക്ക് ഇത്രയും ആക്സസ് കിട്ടുന്നത്? 2, ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്നൊക്കെ സ്വന്തം പ്രൊഫൈൽ ഇയാൾ കുറിക്കുന്ന സമയത്ത് അതെന്താ ആരും തിരുത്താതിരുന്നത്? അത് തെറ്റാണെങ്കിൽ തിരുത്തേണ്ടത് പാർട്ടിയായിരുന്നു. നിങ്ങൾ ആരും തിരുത്തിയില്ലല്ലോ. കാരണം ഉണ്ടാകുന്ന സത്യമാണ്. 3, ഈ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ തൂഫാന്റെ നോഡൽ ഓഫീസർ ആയിട്ടുള്ള IG പുട്ട വിമലാദിത്യയെ മാറ്റി. എന്റെ പിള്ളേരെ തൊടുന്നോടാ ആ മൂടാണ് ഇത്. വലിയൊരു മഞ്ഞുമലയുടെ ഒരു ടിപ്പ് മാത്രമാണിത്.